ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു എഗ് മുഗ്ലായി ഉണ്ടാക്കിയാലോ. മുഗ്ലായി ബേസിക്കലി ഡയറി പ്രൊഡക്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഉപയോഗിച്ചാണ് ഉണ്ടാക്കാറ്. അപ്പൊ നമുക്ക് മുഗ്ലായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 2 വലിയ സവാള, 10 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 6 പച്ചമുളക് ഇട്ട് വഴട്ടാം. ഉള്ളി ഒന്ന് വാടിക്കിട്ടിയാൽ മതി. എരിവിനനുസരിച്ച് ഇട്ടിരിക്കുന്ന പച്ചമുളകിന്റെ എണ്ണം കൂടുകയോ കുറയുകയോ ആവാം. ഇനി ഒരു മിക്സി ജാർ എടുത്ത് വഴട്ടിയ മിശ്രിതങ്ങൾ അതിലിട്ട ശേഷം 7 കശുവണ്ടിയും 1 പിടി മല്ലിയില കൂടി ഇട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഇനി അതേ പാൻ എടുത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് പുഴുങ്ങി വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടകൾ അതിലിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് വഴട്ടി കൊടുക്കാം. ഈ മസാലകളെല്ലാം മുട്ടകളിൽ പിടിക്കണം. മുട്ടകളിൽ ഒന്ന് നന്നായി മസാല പിടിച്ചാൽ അത് മാറ്റിവെക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് 1/2 വശനയില, 3 ഏലക്ക, 1 പട്ട, 4 ഗ്രാമ്പൂ, 10 മുതൽ 12 കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് നല്ലപോലെ വഴട്ടി ശേഷം അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നേരത്തെ തന്നെ വഴട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നല്ലപോലെ വഴട്ടണം. ഇട്ടിരിക്കുന്ന മിക്സിന്റെ പച്ചമണം മാറുന്നത് വരെ വഴട്ടി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കാം. എന്ന് പറഞ്ഞ് ഒത്തിരി വെള്ളമായി പോകരുത്. ഇത് ഒരുപാട് ഗ്രേവി ഒന്നും ഉള്ള കറിയല്ല. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി പച്ചമണം മാറുന്നിടം വരെ വഴട്ടി കൊടുക്കണം. ഇനി 1/4 കപ്പ് തൈര് ഒഴിച്ച് ഇളക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട്, ഗരം മസാല തികച്ചും ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി 1 ടീസ്പൂൺ കസ്തൂരി മേത്തി ഇട്ട് ഉപ്പും എരിവും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ച് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടകൾ കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് 5 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചു കൊടുക്കാം. മുട്ടയിൽ മസാലയൊക്കെ പിടിച്ച ശേഷം മല്ലിയില വിതറി കറി സെർവ് ചെയ്യാം. നമ്മുടെ എഗ് മുഗ്ലായി റെഡിയായി. ഉണ്ടാക്കി നോക്കില്ലേ? ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.